നോക്കൂ, രാജ്യവിരുദ്ധ ശക്തികൾ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം. അത് ചിലപ്പം മെക്സവന്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടാം. വലിയ രീതിയിലുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷം പറയുന്നു അത് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും അജണ്ടയാണ് ഈ ഒരു പുരോഗമന സ്വഭാവത്തിൽ, വ്യായാമത്തിൻ്റെ സ്വഭാവത്തിൽ മെക്സവനിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ VK ശ്രീകണ്ഠനെ പോലുള്ള MP-മാർ രാജ്യവ്യാപകമായിട്ട് ഈ മെക്സവൻ നടപ്പിലാക്കണം എന്നും ഇപ്പം പ്രതികരിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള അന്വേഷണം NIAയുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വേണ്ടതല്ലേ. ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു മുഖം നമുക്കൊരിക്കലും മെക്സവന് നൽകാൻ വേണ്ടി സാധിക്കില്ലല്ലോ. തീർച്ചയായും മെക്സവൻ ഒരു ചെറിയ മീനല്ല. മെക്സവൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കരുതുന്നത് എന്താണ്, ഇതൊരു എയറോബിക് എക്സസൈസ് ആണ്. യോഗയും എയറോബിക് എക്സസൈസും അതുപോലെ തന്നെ കുറച്ച് ഹെൽത്ത് ടിപ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതിൽ ചില ഒളിച്ചു കടത്തലുകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത് മലബാർ മേഖലയിൽ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സൈനികൻ, അദ്ദേഹമാണ് തുടങ്ങിയത്. സലാഹുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ നിന്ന് തുടങ്ങിയ ചെറിയൊരു കൂട്ടായ്മ, 2012 തുടങ്ങിയ ചെറിയൊരു കൂട്ടായ്മ. ആ സമയത്ത് അദ്ദേഹം അത് നല്ല ഉദ്ദേശത്തിൽ മാത്രം തുടങ്ങിയ ഒരു കൂട്ടായ്മയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴോ ഈ ഒരു കൂട്ടായ്മയെ പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയെങ്കിലും, അതായത് പോപ്പുലർ ഫ്രണ്ട് ഏതെങ്കിലും വിധത്തിൽ അതിനെ ഹൈജാക്ക് ചെയ്തോ എന്നാണ് സംശയിക്കുന്നത്. ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല ഭാഗത്തു നിന്നും കിട്ടുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPIMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ ഈ ഒരു സംഭവത്തിനെതിരായിക്കൊണ്ട് കൃത്യമായി രംഗത്ത് വന്നത്. പിന്നീട് അദ്ദേഹം നിലപാട് മാറ്റി. പക്ഷെ ആദ്യം അദ്ദേഹം 1-2 തവണ ഇത് പറഞ്ഞു. പിന്നീട് വലിയ രീതിയിൽ പറഞ്ഞു. 3-4 തവണ ആവർത്തിച്ച ശേഷമാണ് ഏറ്റവും അവസാനം വലിയ വിവാദമായ സമയത്താണ് അദ്ദേഹം ഇത് പിൻവലിക്കുന്നത്. അപ്പം നമുക്ക് ഒന്ന് ആലോചിക്കണം, ഒരു തവണ പറഞ്ഞ് പിൻവലിച്ചതല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വിഭാഗത്തെ ആക്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചില മാധ്യമങ്ങളും ആ രീതിയിലാണ് ഇതിനെ, അതായത് ഇതൊരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ് CPIMന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. BJPയുടെ അതേ സ്വഭാവത്തിലും അതേ ശബ്ദത്തിലുമാണ് CPM സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പല മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിക്കുന്നത്. ശരിക്കും പാർത്ഥൻ ഇപ്പോൾ ചോദിച്ചത് തന്നെയാണ് അതിനോട് ഒരു പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഒരു SDPIയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ തീവ്രവാദ ശക്തികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, അവരെ എതിർക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരാവുന്നത്? അല്ല, അത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. കാരണം ഈ പറയുന്ന ഗാന്ധിയെ വെടിവെച്ച് കൊന്നത്, ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയെ വെടിവെച്ച് കൊന്ന വ്യക്തിയെ ഒരു തരത്തിലും ഹിന്ദു ക്ലോൺ ചെയ്യുന്നില്ല. പക്ഷേ ഹിന്ദു മഹാസഭയായതുകൊണ്ട് അത് മൊത്തം ഹിന്ദുക്കളാണ് എന്ന് പറയാൻ പറ്റുമോ? ഹിന്ദുക്കളെല്ലാവരും ഹിന്ദു മഹാസഭയെ അനുകൂലിക്കുന്നുണ്ടോ? ഹിന്ദു തീവ്രവാദ ശക്തികളായിട്ടുള്ള എത്രയോ വർഗീയ സംഘടനകളുണ്ട് ഈ രാജ്യത്ത്. അതിനെയൊക്കെ ഹിന്ദു ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ഇസ്ലാമികമായിട്ടുള്ള തീവ്രവാദത്തിനെതിരെ പറയുമ്പോൾ എല്ലാ ലീഗും INL ഈ പറയുന്ന അഹമ്മദ് ദേവർകോവിലും എല്ലാവരും വന്ന് പറയുകയാണ് അതൊരു വിഭാഗത്തെ പറയുകയാണ്. ഇതെങ്ങനെയാണ് തീവ്രവാദത്തെ പറയുമ്പോൾ എങ്ങനെയാണെന്നേ ഒരു വിഭാഗത്തെ പറയുന്നത്? ഇത് മനസ്സിലാക്കണ്ടേ? ഒന്ന്. രണ്ടാമത് ഇതിനെ കുറിച്ച് ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം നേരത്തെ ഇതൊരു 103 രാജ്യങ്ങളിലടക്കം, അതായത് ഇന്ത്യക്കപ്പുറം ബഹ്റിൻ, സൗദി, UAE, അതോടൊപ്പം തന്നെ അടുത്ത മാസത്തിൽ UK-ലടക്കം ഈ മെക്സവനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ അടക്കം ഇത് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതായത് 2012 തുടങ്ങിയ ഒരു മലപ്പുറത്തെ ഒരു പ്രദേശത്ത് തുടങ്ങിയ ഒരു സംഭവം ഇപ്പം വ്യാപകമായി കേരളത്തിലെ നിരവധി സ്ഥലത്ത് നടക്കുന്നുണ്ട്. അല്ല, ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടു കൂടി ഇതിലുള്ള ആയിരക്കണക്കിന് അണികൾ മറ്റു പല പൊളിറ്റിക്കൽ പാർട്ടികളിലേക്കും ചേക്കേറി. ഉള്ളിലുള്ള മെയിൻ നേതാക്കന്മാരെ മാത്രമേ പിടിച്ചകത്തിട്ടിട്ടുള്ളൂ. അല്ലാത്ത ആളുകളൊക്കെ തന്നെ ഇതിനെ എങ്ങനെ ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിക്കാം എന്നതിനെ പറ്റി ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കെ കണ്ടെത്തിയ ഒരു സംഭവമാണിത്. പക്ഷെ ഇതിൽ വീണുപോയത് ആരാണ്? മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള, INL ഉൾപ്പെടെയുള്ള, ഈ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പല ആളുകൾ ഇതിൽ വീണിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. കാരണം നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ ആരംഭിച്ചതാണ് പോപ്പുലർ ഫ്രണ്ട്. നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ അവിടെ ചെറിയൊരു കൂട്ടായ്മയിലൂടെ ആരംഭിച്ചു. ആ കൂട്ടായ്മ എങ്ങനെയാണ് തുടങ്ങിയത്? ആ കൂട്ടായ്മ തുടങ്ങിയതും ഈ പറയുന്ന വ്യായാമ കൂട്ടായ്മയിലൂടെയാണ്. അതായത് ശാഖയിൽ അവർ അഭ്യസിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ വേറെ രൂപത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങിയത്. പിന്നീട് അത് നായകളെ വെട്ടുന്ന രീതിയിലേക്ക് പോയി. നാദാപുരത്തും വടകര പരിസര പ്രദേശങ്ങളിലും കുറ്റ്യാടി ഭാഗങ്ങളിലും ഒക്കെ നിരന്തരമായി വെട്ടുകൊണ്ട് നടക്കുന്ന നായകളെ കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരുന്നത്. ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി, പിന്നെ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ വളർച്ച.
ഇതേ രൂപത്തിൽ കുറച്ചുകൂടി ആളുകളെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഈ യോഗയും എയറോബിക് എക്സസൈസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എന്താണ് ഒരു പുതിയ തലം കണ്ടെത്തുകയാണ്. ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സിലേക്ക് ഇവരാളെ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഈ വ്യായാമങ്ങളിലൊക്കെ പങ്കെടുത്ത നല്ല ആളുകളെ ചേർത്ത് വെച്ച് അവരുടെ ആശയത്തോട് യോജിപ്പുള്ള ആളുകളെ കൂട്ടിച്ചേർത്ത് കൊണ്ടാണ് അവരത് തുടങ്ങിയത്. ഇതേ രീതി തന്നെയാണ് ഈ മെക്സവൻ ആരംഭിക്കുന്നത്. ഇതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസിലെ ഏർപ്പെടുത്തുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, കോൺഗ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ BJP-ക്കാരും ലീഗുകാരുമുണ്ട്. പലയിടത്തും ലീഗ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. പക്ഷേ ഗൗതമേ, ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു വർഗീയതയുടെ എലമെന്റ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വർഗീയതയുടെ എലമെന്റ് ഉണ്ട് എന്ന് പല ഭാഗത്തു നിന്നും ഇതിനെതിരെ ആരോപണം ഉയർത്തുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണമുണ്ട്. കാരണം ഈ യോഗ ഒരു മികച്ച എന്താണ് വ്യായാമ മുറയാണ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഫലപ്രദമാണ്. അപ്പോൾ അതിനെ ഗവൺമെന്റ് അടക്കം സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ യോഗയിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്ന സമയത്ത് യോഗ ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പതഞ്ജലി മഹർഷിയാണ്. ഈ യോഗയുമായി ബന്ധപ്പെട്ട എല്ലാ മുദ്രകളും ആസനങ്ങളിലും പലതരം പ്രാർത്ഥനകളും ഹൈന്ദവീയമായ കാര്യങ്ങളാണ് യോഗയിലുള്ളത്. അത്തരം സംഭവങ്ങൾ അവിടെ വരുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വേറൊരു സംഗതി കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതായത് ഇവര് മനസ്സിലാക്കിയിരിക്കുന്ന, അതായത് ഒരു കാര്യം ഞാൻ പറയാം. ഇതിന്റെ ഈ മെക്സവൻ എന്നതിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്നാണ് അതിന്റെ മുഴുവനായിട്ടുള്ള പേര്. ഇതിൽ എയറോബിക്, ലളിത വ്യായാമം, യോഗ, ആഴത്തിലുള്ള ശ്വസനം, അക്യുപ്രഷർ, ധ്യാനം, ഫേസ് മാസ്ക്, ഇങ്ങനെയുള്ള 7 ഇനങ്ങളെയാണ് അവരിത് പ്രധാനമായിട്ടും ഇതിൽ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. പാർത്ഥൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ തീവ്രവാദ ശക്തികൾ അതോടൊപ്പം തന്നെ അവർക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു നിലനിൽപ്പ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അവർ നടത്തുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഒരു പുരോഗമന മുഖം, അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു കാര്യത്തിലേക്ക് അവർ ഫോക്കസ്ഡ് ആവുകയും അതിലൂടെ വളരെ സർട്ടിലായിട്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പം ലോകവ്യാപകമായിട്ട് പല തീവ്രവാദ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഈ യോഗ പഠിക്കുന്ന ഹിന്ദു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയുള്ളവർ ഈ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പുകൾ മനസ്സിലാക്കും, കുറച്ച് ബോധം വെക്കും. അതുകൊണ്ടൊക്കെയാണ് VK ശ്രീകണ്ഠനൊക്കെ ഇത്ര ഭയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VK ശ്രീകണ്ഠനൊക്കെ ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് മാത്രം താങ്ങി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു കാര്യം അതായത് ഇവിടെ ഇവർ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇസ്ലാമികമായി എന്ത് പ്രശ്നം വന്നാലും അത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി വെക്കുന്നതിലൂടെ ഇവരുണ്ടാക്കി വെക്കുന്ന അപകടം എത്രത്തോളം ആണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. പറയാം. പക്ഷെ ഇതിൽ എന്തിനാണ് ഈ ഒരു വ്യായാമത്തെ ഈ ഒരു രീതിയിലുള്ള കൃത്യമായിട്ടുള്ള വല്ല റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടോ? പോപ്പുലർ ഫ്രണ്ടാണോ ജമാഅത്തെ ഇസ്ലാമിയാണോ ഇതിൻ്റെ പിന്നിലെന്ന് കിട്ടിയിട്ടില്ല. ഒരു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. മോഹനെ പോലുള്ളവരുടെ പ്രതികരണം വന്നു. അതിന് പിന്നാലെ പല നേതാക്കന്മാരും അത് പിന്തുടർന്നുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല BJP കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള എന്തെങ്കിലും വിമർശനമോ RSSന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തിനാണ് ഇത് പെട്ടെന്ന് തന്നെ ഇതൊരു തീവ്രവാദ ശക്തികളുടെ ഒരു മൂവ്മെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇതിനെ വിമർശിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇതിൽ പഠിപ്പിക്കുന്നത് നിസ്കരിക്കാനല്ല പഠിപ്പിക്കുന്നത്, ഇവരെ എങ്ങനെ ഹിജാബ് കൃത്യമായി ധരിക്കണമെന്നല്ല പഠിപ്പിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് ഇവർ വ്യായാമവും അതുപോലുള്ള മനുഷ്യന്റെ ആരോഗ്യപരമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് അതും രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു സൈനികനാണ്, ഒരു റിട്ടയർഡ് ആയിട്ടുള്ളൊരു സൈനികനാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് 2012. അപ്പം അത്രയും ഒരു രാഷ്ട്രത്തിന് എന്തെങ്കിലും രീതിയിൽ ദോഷം ചെയ്യാത്ത ഒരു കാര്യത്തിനെ എന്തിനാണ് നമ്മൾ പെട്ടെന്ന് തന്നെ എതിർക്കുകയൊക്കെ ചെയ്യുന്നത്? അപ്പം അത്തരം എതിർപ്പിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് VK ശ്രീകണ്ഠനെ പോലുള്ള കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് രാജ്യവ്യാപകമായിട്ട് തന്നെ ഈ മെക്സവൻ വരണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഇവിടെ ഒരു അന്വേഷണമാണ് വേണ്ടത്. ആ അന്വേഷണത്തിൻ്റെ പുറത്തായിരിക്കണം നമ്മുടെ പ്രതികരണങ്ങളും മറ്റു നേതാക്കന്മാരും ഒക്കെ പ്രതികരിക്കുകയൊക്കെ വേണ്ടത്. ഇതിൽ മോഹനൻ മാഷിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കൂട്ടായ്മകൾ രൂപപ്പെടുന്നതിനെ ഇവർ വല്ലാതെ ഭയക്കുന്നുണ്ട്. കാരണം കൂട്ടായ്മകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് ആരും വരില്ല എന്നുള്ള ഭയം ഇവർക്ക് കൃത്യമായിട്ടുണ്ട്. കൂട്ടായ്മകൾക്ക് കൃത്യമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാകുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് വലിയ കൂട്ടായ്മകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയക്കുന്നത്. ഇതിൽ
നാദാപുരം ഡിഫൻസ് ഫോഴ്സ് NDF വരുന്ന സമയത്തും ഇത്തരം വ്യായാമങ്ങളും ആരോഗ്യ രംഗങ്ങളുമായിരുന്നു ചർച്ച. അവർ നിസ്കരിക്കാനായിരുന്നില്ല പഠിപ്പിച്ചത്, അവർ ഹിജാബ് ഇടാനായിരുന്നില്ല പഠിപ്പിച്ചത്. പക്ഷെ അവരെവിടെ എത്തി നിൽക്കുന്നു, അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി, അതിനുള്ള വ്യക്തമായ ഉത്തരം കിട്ടും. രണ്ടാമത്തത്, ഈ പറയുന്ന ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ ഗ്രൂപ്പുകളിലെ അഡ്മിന്മാരെ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ പ്രവർത്തകരാണ് എല്ലാവരും. ഇതൊക്കെ യാദൃശ്ചികമായി വന്നതാണ് എന്നാണ് പറയുന്നത്. ശരിയാണ്. ഇത്തരം ചില ദുരൂഹതകൾ ഇതിൽ ആ ദുരൂഹതയെ പറ്റിയാണ് പറയുന്നത്. ആ ദുരൂഹതയെ പറ്റി പറയുമ്പോൾ NIA അന്വേഷണം വരുന്നു. NIA അന്വേഷണം വരുന്ന സമയത്ത് പല കാര്യങ്ങളിലേക്കും NIA അന്വേഷണം പോവും. അത് CPM വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് മോഹൻ മാഷോട് മിണ്ടരുത് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് മോഹൻ മാഷ് എന്ത് ചെയ്തത്, ഈ സംസാരം അടക്കിയത്. ഒരു ഉള്ള വോട്ട് ബാങ്കും കൂടി നഷ്ടപ്പെടും, മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ വേട്ടയാടാൻ ഇട്ടുകൊടുത്തു എന്നുള്ള വലിയ പ്രചാരണം ലീഗിന്റെയും അതുപോലെ തന്നെ SDPIയുടെയും ഈ പറയുന്ന എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് വരും. അത് തടയാൻ വേണ്ടി മാത്രമാണ് മോഹൻ മാഷിക്ക് നേരെ എന്ത് ചെയ്തത്, ഇനി സംസാരിക്കണ്ട എന്ന് CPM സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. ഇത്തരം ദുരൂഹതകൾ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെതിരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതാരാണ് ഈ പറയുന്ന എക്സസൈസും ഇത്തരം പിന്നെ മൾട്ടി എന്താണ് വ്യായാമങ്ങൾ ചിട്ടപ്പെടുത്തിയത്? ഈ ചിട്ടപ്പെടുത്തി അല്ല, സൈനികൻ എന്താണ് ഇതിന്റെ കാര്യം? അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം സൈനിക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ചില പരിശീലന മുറകളെ തന്റേതായ രീതിയിൽ രൂപപ്പെടുത്തി മെക്സവൻ എന്ന പേരിൽ അവതരിപ്പിക്കാനായിട്ട് എന്താണ് അർഹത ചെയ്തത്? ഇതാണ് അല്ല, അയാൾക്ക് അർഹതയില്ല. കാരണം ഒരു രാജ്യത്ത് ഒരു സൈനികനാണ്, അതിനെ കൊണ്ട് എന്താ അദ്ദേഹത്തിന് അർഹതയില്ല എന്ന് നമുക്ക് പറയാം. അർഹതയില്ല. കാര്യം അറിയോ, ആരോഗ്യപരമായി ഈ രാജ്യത്ത് എന്ത് നടപ്പിലാക്കണമെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള കാര്യമായിരിക്കണം. ഇപ്പൊ യോഗ അംഗീകാരമുള്ള സാധനമാണ്. ഈ പറയുന്ന യുനാനി അംഗീകാരമുള്ള കാര്യം, ആയുഷ് വിഭാഗത്തിന് അംഗീകാരമുള്ള കാര്യമാണ്. അല്ലാതെ അംഗീകാരം ഇല്ലാത്ത ഒരു ചികിത്സയും ഒരു മെഡിക്കൽ കാര്യം പറയട്ടെ, ഇത് ചികിത്സയല്ല. ഒന്നാമത് ഞാൻ പറയുന്നത് കേൾക്കൂ. ഒന്നാമത്തത് ഈ വ്യായാമമാണ്. ഞാൻ പറഞ്ഞു വരുന്ന അതല്ല, എയറോബിക് എക്സസൈസും യോഗയും തമ്മിൽ എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്? യോഗ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് എയറോബിക് എക്സസൈസ് അതിനോടൊപ്പം ചെയ്യാൻ പറ്റുക? യോഗയും എയറോബിക് എക്സസൈസും കൂട്ടിയോജിപ്പിക്കാമെന്ന് ഏത് യോഗാചാര്യനാണ് പറഞ്ഞിട്ടുള്ളത്? യോഗ എന്താണ്? യോഗ ചെയ്യുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? യോഗ ചെയ്യുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ പാലിക്കുക. അതിനോടൊപ്പം മറ്റ് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ വലുതാണ്. ഇത്തരമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ മൾട്ടി എക്സസൈസ് അങ്ങ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ, നിങ്ങൾ എയറോബിക് എക്സസൈസ് മാത്രം ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. എയറോബിക് എക്സസൈസ് ഉണ്ട്, കാർഡിയാക് എക്സസൈസ് ഉണ്ട്, മറ്റ് പല കാര്യങ്ങളും ഉണ്ടല്ലോ. ആ തരത്തിലുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാം. അവിടെ എക്സസൈസുകൾ പോലും കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയതാണ് എക്സസൈസുകൾ. ഒരാൾക്ക് തോന്നിയ പോലെ ഞാൻ ഇന്ന് മുതൽ ഒരു എക്സസൈസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ല. ഇന്ത്യൻ ആർമിക്ക് പോലും ഈ എക്സസൈസിന്റെ പരിശീലനം കൊടുക്കുന്നത് വിദഗ്ധന്മാരായിട്ടുള്ള ആരോഗ്യരംഗത്തെ ആളുകളാണ്. ജിം ട്രെയിനർമാരെ ആരാണ് പഠിപ്പിക്കുന്നത്? ജിം ട്രെയിനേഴ്സിന് കൃത്യമായി ഞാനൊരു ജിം അങ്ങ് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ നാളെ ഗൗതമൻ ഒരു ജിമ്മ് തുടങ്ങി, എനിക്ക് ട്രെയിനറാണ് ഇൻസ്ട്രക്ടറാണെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റുമോ? ഇല്ല. ഇതിന് ട്രെയിനിങ് കിട്ടണം. ഈ ട്രെയിനിങ്ങിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതിക്ക് അനുകൂലമുണ്ട്. ഇതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഒരാൾക്ക് പ്രത്യേകമായിട്ട് അങ്ങ് ചെയ്യാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടെ ഇതിനുള്ളിലുണ്ട്. എന്തായാലും ഗൗതം പറഞ്ഞതുപോലെ NIA അന്വേഷണം വന്നിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവട്ടെ. എന്തായാലും കൂട്ടായ്മകൾ ഉണ്ടാവുക തന്നെയാണ് വേണ്ടത്. പക്ഷെ അതൊരിക്കലും രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള കൂട്ടായ്മയാകരുത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. തീവ്ര മത ചിന്തയിൽ നിന്ന് പൊതുവായിട്ടുള്ള നിയമത്തിലേക്കും പൊതുവായിട്ടുള്ള സംഗതികളിലേക്കൊക്കെ വലിയൊരു ജനക്കൂട്ടം ഇറങ്ങി ചെല്ലുന്നു, അവർ വരുന്നു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നൊരു സാധനം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും രാജ്യവിരുദ്ധമാകരുത്. എന്തായാലും കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഈ ഒരു മെക്സവനുമായി ബന്ധപ്പെട്ടിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് വിശദമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.